അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന 5 വാക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യമായി മാന്ന. മാന്ന എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അനുസരിക്കുക. देखो मैं कहीं मर्तबा उनसे बताया नहीं मांग रहे नहीं मान रहे क्या मानता हूँ आपकी बात मैं सही मानता हूँ. നിങ്ങളുടെ സംസാരം ഞാനിത് അനുസരിക്കാൻ മേ മാൻതാഹും ഞാൻ അനുസരിക്കുന്നുണ്ട്. അവിടെ അനുസരണം എന്നതിന് മാന്ന എന്ന് പറയും. നെഹി മാൻരേ എന്ന് പറയും. ഓക്കെ, അനുസരിക്കുന്നില്ല. മറ്റൊന്ന് അടിക്കുക, മാറണ. ഓ പത്തർ മാറ, കല്ലെടുത്തെറിഞ്ഞു എല്ലാം പല സംഗതി മാറണ. ഈ മാറണ എന്ന് പറഞ്ഞാൽ കൊല്ലുക, അടിക്കുക, എറിയുക, ഇതൊക്കെ സന്ദർഭം അനുസരിച്ച് മാറി മാറി ഉപയോഗിക്കും. കല്ലെറിഞ്ഞു എന്നുള്ളതിനെ പത്തർ മാറാന്നാ പറയാം. വടി കൊണ്ടടിച്ചു ലക്കിഡീസേ മാറാന്ന് പറയും. ഓ ആത്മീ മറുകയ ഈ മാറാന്ന് പറഞ്ഞാലും അത് മരണത്തിനും കൂടി പറയാവുന്ന വാക്കാണ്. ഓക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ് വെക്കുക. രഖ്ന എന്ന് പറഞ്ഞാൽ വെക്കുക എന്ന്. ഓ പൈസ ജയ്മേ രഖോ, ഈ ക്യാഷ് നിങ്ങൾ പോക്കറ്റിൽ വെച്ചോളൂ എന്നാ രഖ്ന. അവിടെ തന്നെ അതേപോലത്തെ ഒരു വാക്കാണ് ഡാൽന. പോക്കറ്റ് മേ ഡാലോ, പോക്കറ്റിൽ ഇടുക എന്നർത്ഥത്തിന്. പോക്കറ്റ് മേ ഡാലോ നാ ഈ അബി തുമാരെ പോക്കറ്റ് മേ ഡാലോ. ഇപ്പൊ ഒരു മറവിന്റെ കാലമായി, മൊബൈലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ് ഈ പോക്കറ്റ് മേ ഡാലോ ബേട്ടാ നേ തോ ഭൂൽ ജായേഗ. പോക്കറ്റ് മേ ഡാലോ, പോക്കറ്റ് മേ രഖു. അപ്പൊ ഡാൽന ഇടുക, രഖ്ന വെക്കുക. പിന്നെ നമ്മളെന്താ പറഞ്ഞ മാർന അടിക്കുക, അതല്ലെങ്കിൽ എറിയുക, മാന്ന അനുസരിക്കുക. ഓക്കെ, ഇനി മറ്റൊന്ന് നമ്മൾ പഠിക്കാനുള്ളത് റോഖ്ന. എന്നാൽ ലാസിം ഉസ്കോ റുഖ്ന എന്നല്ല. റുഖ്ന നിൽക്കുക എന്നാ. റോഖ്ന എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നാ, തടയുക. ഈ ആദ്മി ആരാണ്? ഉസ്കോ റോഖ്ന ഹെ, അദ്ദേഹത്തെ തടയണം, ഡിഫെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ റോഖ്ന എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ രഖ്ന വെക്കുക, രഹ്ന. പിന്നെ രഹ്ന ഒരു വാക്കുകൂടി നമുക്ക് പഠിക്കാം. അതിൽ രഹ്ന എന്നാൽ എന്താണ്? താമസിക്കാന്ന്. അവിടെ നിന്നോട്ടെ എന്ന് പറയില്ല, അതിന് പറയും വഹാ രഹ്ന രഹ്ത തുമാരെ പാസി രഹോ, അവിടെ നിന്നോട്ടെ. അപ്പൊ താമസിക്കുക എന്നൊരർത്ഥത്തിനും അവിടെ തന്നെ നിന്നോട്ടെ എന്ന അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ.